അതെ, എന്റെ ഒരു വീഡിയോയുടെ താഴെ ദോശയും സാമ്പാറും റെസിപ്പി കാണിക്കാമോ എന്ന് ഒരു കുട്ടി ചോദിച്ചിരുന്നു. അപ്പോൾ ആ കമന്റിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ചടപടയെന്ന് തുടങ്ങിയാലോ? സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാനായി ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ലേശം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. പരിപ്പെല്ലാം ഈ സമയം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് അതും ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. പ്രഷർ എല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, ഒരു സവാള അരിഞ്ഞത്, ഒരു 3-4 വെണ്ടക്ക അരിഞ്ഞത് നന്നായിട്ട് ഉടഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണം. 3 പച്ചമുളക് അരിഞ്ഞതും 3 ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ലേശം കായവും കൂടി ചേർത്ത് നമുക്ക് ഈ സമയം സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ബ്രാഹ്മിൺസിന്റെ സാമ്പാർ പൊടിയാണ് ചേർക്കാറ്. പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായി മൂത്ത് വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും ചേർത്ത് ഇളക്കി ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായ വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായി നമുക്ക് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ എല്ലാം കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. നമുക്കപ്പോ ചട്നി തയ്യാറാക്കാം. ചട്നിക്ക് ആവശ്യമായ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു ചുള ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, ആവശ്യത്തിന് ഉപ്പ്. ചട്നിക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി പൊട്ടുകടലയും കുറച്ച് വെള്ളവും ചേർത്ത് പതിയെ ഒന്ന് അരച്ചിട്ടെടുക്കാം. കടുക് വറുക്കാനായി കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. ഒരു പിഞ്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒരു ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തു. ഈ സമയം വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചട്നിയിലേക്ക് ചേർക്കാം. നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ വൈറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ തന്നെ അരച്ചെടുക്കുന്ന മാവാണ്. അപ്പൊ നമുക്ക് ദോശ ചുട്ടാലോ? എൻ്റെ വീട്ടിലെല്ലാവർക്കും 2 ടൈപ്പ് ദോശയാണ്. എനിക്കിഷ്ടം കുട്ടി ദോശ, തട്ടുദോശ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് എൻ്റെ മോൻ. ഗീ റോസ്റ്റ് പോലെ ഇരിക്കണം മോന്റെ ദോശ. അപ്പൊ ദോശയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുട്ടി ദോശ ചുടാം. അപ്പൊ ഞാനിവിടെ എനിക്കുള്ള കുട്ടി ദോശ 2 എണ്ണം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പൊ ദോശ നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു വശം മൊരിഞ്ഞു വരുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അപ്പുറത്തെ വശം തിരിച്ചിട്ടിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ കുട്ടി ദോശ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. നല്ല മൊരിഞ്ഞ ആവി വറക്കുന്ന ചൂട് ദോശയും സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.